Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനാർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസിന് സബ്ജ സീഡ്സ് എന്നും പറയും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർന്ന് പൊങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ തണവ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അനാർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 അനാറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കുരു ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു എളുപ്പത്തിൽ എങ്ങനെയാണ് ഞാൻ ഇളക്കിയെടുക്കുന്നതെന്ന് ഇതിൻ്റെ മുന്നേ അനാർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇനി നമുക്കിത് മിക്സിയുടെ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുതിർന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അനാറിൻ്റെ കുരു ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഗ്ലാസിൻ്റെ സൈഡിൽ ഇതുപോലെ പുതിന വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Please subscribe, comment, like and share.